ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പായസങ്ങളുടെ രാജാവായ അടപ്രഥമനില്ലാതെ എന്തോണോ അല്ലേ? എത്രയൊക്കെ വെറൈറ്റി പായസങ്ങളുണ്ടെങ്കിലും അടപ്രഥമൻ്റെ തട്ട് താന്നു തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്ന അട കൊണ്ട് തയ്യാറാക്കുന്ന അടപ്രഥമൻ്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഉണക്കലരിയൊക്കെ പൊടിച്ച് അടയുണ്ടാക്കി നല്ല അടിപൊളി അടപ്രഥമൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ 1/2 കിലോ ഉണക്കലരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെക്കുക. ഇനി ഇത് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു പൊടി ഒട്ടും തരിയില്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടണം. അങ്ങനെ അരിയെല്ലാം പൊടിച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പുട്ടിൻ്റെ പൊടിയൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് നന്നായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അട അണിഞ്ഞെടുക്കാൻ പാകത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കോരിയെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ വീഴണം കേട്ടോ. അതാണ് പാകം. ഒരുപാട് ലൂസുമായി പോകരുത്, എന്നാൽ ഒരുപാട് ടൈറ്റുമായി പോകരുത് കേട്ടോ. ഇനി കുറച്ച് വാഴയില ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വാട്ടിയെടുക്കണം. അതിലേക്ക് ഇതുപോലെ കുറേശ്ശെ മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കനം കുറഞ്ഞ അട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. 5-6 ചുരുട്ട് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിനി ഇതുപോലെ ഒരുമിച്ചങ്ങ് കെട്ടിക്കൊടുക്കാം. കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് കുറച്ചധികം സമയം ഒന്ന് വേവിച്ചെടുക്കണം. തിളയ്ക്കാത്ത വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാവ് വെള്ളത്തിൽ കലങ്ങിപ്പോകും കേട്ടോ. അടയ്ക്ക് നല്ല വേവുണ്ട്. പ്രത്യേകിച്ച് വാഴയിലയിൽ ചുരുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് കുറച്ചധികം സമയം എടുക്കും വേകാനായിട്ട്. പ്രഷർ കുക്കറിലാണെങ്കിൽ 2 വിസിലുകൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. അടയെല്ലാം വെന്ത് കഴിഞ്ഞാൽ അത് കോരി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ചൂട് പോയ ശേഷം ഓരോ വാഴയിലയും ഇതുപോലെ അഴിച്ചിട്ട് അതിൽ നിന്നും ആ അടയൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മാക്സിമം നമുക്ക് കനം കുറഞ്ഞ അട തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കനം കൂടിയ അടയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റാം കേട്ടോ. എന്നിട്ട് ഇത് 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. അടയിൽ വെളിച്ചെണ്ണയുടെ അംശവും വാഴയിലയുടെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് പോയി വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 3-4 പ്രാവശ്യം കഴുകിയെടുക്കുന്നത്. എന്നിട്ട് ആ അട ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. ചൂടായ ഉരുളിയിലേക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കര ഉരുക്കിയെടുത്തതാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് അട ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ. അടയും ശർക്കരയൊക്കെ നന്നായിട്ട് യോജിച്ചൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടപ്രഥമന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ചുക്കും ചെറുജീരകവും ഏലക്കയും കൂടി പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. ലാസ്റ്റ് കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും റേസിൻസും തേങ്ങാക്കൊത്തും കൂടി വറുത്ത് പായസത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടപ്രഥമൻ റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അടപ്രഥമൻ ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.